കുട്ടികളിൽ സാധാരണ പലതരത്തിലുള്ള ഓറൽ ഹാബിറ്റ്സ് കണ്ടുവരാറുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും പരിചയമുള്ള ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് തം സക്കിങ് അഥവാ ഡിജിറ്റ് സക്കിങ് എന്ന് പറയും. അതായത് തള്ളവിരൽ ചില കുട്ടികൾ കുടിച്ചുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് അത് ചൂണ്ടുവിരലായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ്സ് അതായത് മിഡിൽ ഫിംഗറും റിംഗ് ഫിംഗറും ഒക്കെ ഒരുമിച്ച് വെച്ച് കൈ കുടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. മറ്റു ചിലരിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് മൗത്ത് ബ്രീതിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ നമ്മൾ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. കാരണം മൗത്ത് ബ്രീതിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ തടസ്സമുള്ള കണ്ടീഷനിൽ ചിലർ വാ തുറന്നുറങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു ഹാബിറ്റാണ് പല്ലുകൾക്കിടയിലൂടെ നാക്ക് ഉന്തുന്ന ഒരു സ്വഭാവം. ചില കുട്ടികൾ ഇങ്ങനെ ഉന്തി ശീലിച്ച് അവർ സ്വോളോ ചെയ്യുമ്പോൾ പോലും ഈ ഒരു പാറ്റേണിലാണ് അവരുടെ ഹാബിറ്റ് പെർസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ ടങ് ത്രസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. വേറെ ചില കുട്ടികൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് അവർ കോൺഷ്യസ് അല്ലാതെ ഇരിക്കുമ്പോൾ രണ്ട് പല്ലുകളും കൂടെ കൂട്ടി ഇരുമ്പുന്ന സൗണ്ട് വരെ ചില പേരൻസ് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിനെ നമ്മൾ അവരെ സ്പെഷ്യലി ടേം ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് ബ്രക്സിസം എന്നുള്ള വാക്കിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതിനൊക്കെ നമുക്ക് ഡെൻറ്റിസ്റ്റിനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ പലതരത്തിലുള്ള അപ്ലയൻസസും മറ്റ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസും ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. ഇനി ഇതൊന്നുമല്ലാതെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് കാണിക്കുന്ന ചില കുട്ടികളുണ്ട്. ചിലർ പെൻസിലിൻ്റെ ലെഡ് കടിക്കുന്ന ഹാബിറ്റുണ്ട്. അത് ഇറക്കുമ്പോൾ അവർക്കൊരു സുഖം എന്നുള്ള രീതിയിൽ വരെ ചില കുട്ടികൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലേ, പിന്നെ സ്ലേറ്റിൻ്റെ പെൻസില്, അതുപോലെ ചില തരത്തിലുള്ള ചോക്കുകൾ, പല കളറിലുള്ള ചോക്കുകളൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതായിട്ട് ചില കുട്ടികൾ ഞങ്ങളോട് പറയാറുണ്ട്. അതുപോലെ മറ്റ് ചില കുട്ടികൾ തണുത്ത ഐസ് അതേപടി വായിലിട്ട് കടിച്ച് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എൻ ഈറ്റിംഗ് ഡിസോർഡർ. പക്ഷേ ഈ കണ്ടീഷന് നമ്മൾ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ഇറ്റ്സ് കോൾഡ് പൈക്ക. അപ്പം പൈക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ കണ്ടീഷൻ which is deliberately seen in kids who are having a deficiency, and deficiency specifically in cases of zinc, കാൽഷ്യം, മാഗ്നീഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യതിയാനങ്ങൾ ശരീരത്തിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മറ്റ് വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ കഴിക്കാനുള്ള ആസക്തി കൂടുന്നത്. അപ്പോൾ ഇതും ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെൻറ്റിസ്റ്റുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരമുള്ളതാണ്.